ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിത് പെരുന്നാളിന് വേണ്ടി കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ റാസൽ കൈമയിലുള്ള നെസ്റ്റോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ക്യാബ് എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ക്യാബ് എടുത്ത് ഇറങ്ങി ഇവിടെ നിന്നൊരു 10 മിനിറ്റ്സിൽ ഉള്ളൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. നമുക്കിവിടെ അടുത്ത് തന്നെ നെസ്റ്റോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് നമ്മളിപ്പം കേരളത്തിൽ കാണുന്ന പോലെ തെങ്ങിന് പകരം നമുക്കിവിടെ ഈന്തപ്പന മരങ്ങളാണ് സൈഡിൽ കാണുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് ഇതുണ്ട്, ഈ ഒരു ടൈപ്പ് ചെടിയുണ്ട്. ഈ ഒരു മരം ഈ ഒരു സമയത്ത് പൂക്കത്തില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ല നല്ല രീതിക്കുള്ള ഒരു പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെസ്റ്റോ കഫേയിൽ എത്തി ഫസ്റ്റ് ഞാൻ കണ്ടത് മൈലാഞ്ചിയാണ്. നമുക്ക് മൈലാഞ്ചി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. പിന്നെ നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടി പോയപ്പോഴത്തേക്കും പല വെറൈറ്റീസ് ഈന്തപ്പഴം ഇരിക്കുന്നുണ്ട്, കാരക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പിന്റെ സമയമെല്ലാം കഴിഞ്ഞു. ശരിക്കും നോമ്പിനാണ് നോർമലി നമുക്ക് ആവശ്യം വരുന്നത്. ഞാൻ അധികമൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു, നോമ്പിന് നമുക്ക് കൊണ്ടും തരുമായിരുന്നു. പിന്നെ അവിടെ ഞാൻ ഓരോരോ സെക്ഷൻ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വന്ന സെക്ഷനാണ് ഈ ഡ്രിങ്ക്സിന്റെ. ഇത് ഫ്രഷ് ജ്യൂസ് ആണ്, നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ അല്ല, ഭയങ്കര ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് നല്ല ക്വാളിറ്റിയുടെ ശരിക്കും ആ പൾപ്പ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. അത്രത്തോളം ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ ഇറങ്ങുന്നുള്ളൂ മെയിനായിട്ട്. പിന്നെ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും വേറെ ഓരോരോ കൺട്രീസിൽ ഈ സെയിം ബ്രാൻഡ് പല ക്വാളിറ്റിയിലായിരിക്കും പ്രൊഡക്ട്സ് ഇറക്കുന്നത്. കണ്ടോ, നല്ല ഫ്ലഷ് ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അങ്ങനെ ഇത്രയും നമുക്ക് ഡ്രിങ്ക്സ് കാര്യങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് പോമഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് ഓറഞ്ച് ഉണ്ടായിരുന്നു, വേറെ ഒരുപാട് ടൈപ്പ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും ഞാൻ കണ്ടു. ഞാൻ ഒരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടി എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് മാംഗോ ആണ്. മാംഗോൻ്റെ എനിക്ക് ഫ്രഷ് പൾപ്പുള്ള ആ ഒരു ഫ്രഷ് സാധനം കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് മാംഗോ. പിന്നെ എനിക്ക് ഓറഞ്ചും അത്യാവശ്യം ഇഷ്ടമാണ്, പക്ഷെ മാംഗോ ആണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു സെക്ഷനിൽ നിന്ന് ജസ്റ്റ് മാറി വേറൊരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേസർ, ജാം, അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതുപോലുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് സെഷനിൽ പോയപ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്ക്, ചെറിയ ചീസ് കേക്ക്, പിന്നെ ഹണിയുടെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ തന്നെ ഉണ്ട്. ഹണിയുടെ കേക്ക് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുള്ള സെഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെജീസാണ്. വെജീസ് ഒരുപാട് ചീര എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ തന്നെ അപ്പെടുക്ക് വാങ്ങാനായിട്ട് തോന്നും. എനിക്ക് ചുവപ്പ് ചീര ഉണ്ടോ കാണാൻ കൂടുതൽ ഇഷ്ടം, പച്ചയാണെങ്കിലും എനിക്ക് കഴിക്കാനും വാങ്ങാനും കൂടുതൽ ഇഷ്ടം ചുവപ്പ് ചീരയാണ്. പല വെറൈറ്റീസ് ഓഫ് ചീര ഉണ്ടായിരുന്നു. ചീര, പിന്നെ നമുക്ക് വന്നിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, പല കളേഴ്സ് ക്യാപ്സിക്കം. യെല്ലോ ഉണ്ടായിരുന്നു, പിന്നെ പച്ച, റെഡ്, നല്ല അടിപൊളി റെഡ് കളർ ഉണ്ടായിരുന്നു. പിന്നെ വേറെ വെജീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂക്കുംബർ ഉണ്ടായിരുന്നു. പിന്നെ വേറെ വെറൈറ്റീസ് ഓഫ് ചീരകൾ. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്. പിന്നെ റാഡിഷ് ഉണ്ടായിരുന്നു. റാഡിഷ് നോർമലി വീട്ടിൽ വാങ്ങാറേ ഇല്ല, ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്. പിന്നെ നമുക്ക് ഇത് ഫുള്ള് വെജീസാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് വെജീസ് ഉണ്ട്. ഇത് നമ്മൾ വാങ്ങാറില്ലാത്ത സാധനമാണ്, ഇതും വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ ഉള്ളി, ചേന, മത്തങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ 2 കളേഴ്സ് ക്യാബേജ് ഉണ്ടായിരുന്നു, വയലറ്റ് ക്യാബേജ് ഉണ്ടായിരുന്നു, പിന്നെ നോർമൽ നമ്മുടെ പച്ച ക്യാബേജ്. ഇതെന്ത് സാധനമൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് കേട്ടോ. പിന്നെ ഇതുണ്ടായിരുന്നു, നമുക്ക് വാങ്ങിയിട്ടില്ല, ഇതൊന്നും വാങ്ങിയില്ല. പിന്നെ നമുക്കിത് മല്ലിച്ചീര, പുതിന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എല്ലാ സാധനവും നമുക്ക് ഒറ്റയടിക്ക് വാങ്ങാം എന്നുള്ളൊരു ബെനിഫിറ്റ് കൊണ്ടിട്ടും പിന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഓഫർ ഉള്ളത് കൊണ്ടിട്ടുമാണ്. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് കോളിഫ്ലവർ. ഇതൊരുപാട് അവിടെ ഉണ്ടായിരുന്നു. പല KGs ഉണ്ടായിരുന്നു, ഹാഫ് ഉണ്ടായിരുന്നു, പിന്നെ അര ഉണ്ടായിരുന്നു, നമുക്ക് 1 kg ഉണ്ടായിരുന്നു. അങ്ങനെ പല KGs ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാ അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി കിട്ടുന്നത്. പിന്നെ നമ്മളിപ്പോൾ കടയിൽ നോർമൽ ഒരു വെജ് ഷോപ്പിൽ അല്ലെങ്കിൽ വേറെ ഓരോ കടയിലും കയറി ഇറങ്ങണേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ നമുക്ക് ഇങ്ങനെ വരുന്നതാണല്ലോ. ഇതാകുമ്പോൾ എല്ലാം വൺസ് പർച്ചേസിൽ നമുക്ക് എല്ലാം സെറ്റാണ്.
അതുകൊണ്ടിട്ട് നമ്മൾ ഇപ്പോൾ നോർമലി ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നത് കേട്ടോ. മുട്ട നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് ചീസും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, നമ്മൾ പിന്നെ വാങ്ങിയില്ല. ചീസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള സാധനം കൊണ്ടിട്ട് നമ്മൾ നോർമലി വാങ്ങിച്ചു തന്നെ ഇരിപ്പുണ്ട്, ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഇത് നമുക്കറിയാമല്ലോ, സോസേജ്, പിന്നെ കൊച്ചിന് വേണ്ടി പാല് തീർന്നു, അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ്. ആപ്പിൾസ് തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ഓരോ കൺട്രീസിൻ്റെ ആപ്പിൾസ് കാര്യങ്ങളുണ്ടായിരുന്നു. ഓറഞ്ചസ് ആണെങ്കിലും ഓരോ കൺട്രീസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓറഞ്ചസും ഉണ്ടായിരുന്നു. അത് കാണാൻ തന്നെ, അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഒരു സ്റ്റൈല് അത് അടിപൊളിയാണ്. ഞാൻ ആപ്പിൾ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു. ഫ്രൂട്ട്സിൽ നമ്മളിപ്പം പർച്ചേസ് ചെയ്തത് ഓറഞ്ച് മാത്രമായിരുന്നു. പിന്നെ ആപ്പിൾസ് തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്, ഓരോ കൺട്രീസിൻ്റെ ഉണ്ടായിരുന്നു. നമ്മളിതെല്ലാം കുഞ്ഞ് ഓറഞ്ചാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം നല്ല മധുരമുള്ള ടൈപ്പ് ഉണ്ടായിരുന്നു, ഭയങ്കര പുളിയുള്ളതുണ്ടായിരുന്നു. ഈ ആപ്പിൾ എനിക്ക് കാണുമ്പോൾ എനിക്ക് അപ്പം തന്നെ കടിച്ചിരുന്നു തോന്നുന്ന ടൈപ്പ് ആപ്പിളാണ്. ആപ്പിൾ എനിക്ക് ശരിക്കും കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഇതെല്ലാം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്താണ്. എല്ലാവർക്കും അറിയാം എന്തായാലും, എന്നാൽ പോലും എനിക്കിങ്ങനെയുള്ള കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്, ഓരോ കളർ ചേഞ്ചും കാര്യങ്ങളും. ഇത് നോർമൽ നമ്മൾ വാങ്ങുന്ന ടൈപ്പായിട്ടുള്ള ആപ്പിളല്ലേ, അത് ഇട്ടിട്ടുണ്ട്, അതിനൊരു കൂടുതലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ചസ്, ഈ ഓറഞ്ചസ് ഇതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് സ്മോളാണ്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ലാർജായിട്ട് ഫീൽ ചെയ്യുന്ന കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ നിന്നുള്ള ഒരു ആപ്പിളല്ല ഓറഞ്ച് ഭയങ്കര ടേസ്റ്റാണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടിട്ട് ഞാൻ കണ്ടതൊരെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ. പച്ചാപ്പിൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ തന്നെ കുറച്ച് നേരം ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കുവാണ്. ഇവിടെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഡേറ്റ്സ് വെച്ചിട്ടുണ്ട്. മറ്റേ നമുക്ക് ലൂസായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്, ഇത് നമുക്ക് വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് ഫ്രൂട്ട്സ് നമുക്ക് ഈ ഒരു, പിന്നെ തേൻമിഠായിനെ കുറിച്ചിട്ട് ആർക്കൊന്നും ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. തേൻമിഠായി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, എല്ലാവർക്കും നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഇടയ്ക്ക് എൻ്റെ ബ്രദർ എനിക്ക് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും ബ്രദർ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് ഓർത്തത്. തേൻമിഠായി, പിന്നെ അവിടെ വേറെ ഡിഫറെൻറ്റ് നമ്മുടെ കുഞ്ഞുനാളിലുണ്ടായിരുന്ന മിഠായി ഉണ്ടല്ലോ, ജീരക മിഠായി, പിന്നെ പുളിമിഠായി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലോ, അങ്ങനെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി പെട്ടെന്ന് അങ്ങോട്ട് അടിക്കും, രസമുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഈ ജീരക മിഠായി ഞാൻ അതൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ. പിന്നെ ഇത് നമ്മുടെ ഒരുപാട് ടൈപ്പ് കുഞ്ഞിലത്തെ മിഠായിയും കുറേ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കപ്പലിൻ്റെ മിഠായി, പഞ്ചാര മിഠായി, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സെക്ഷനിൽ കുറച്ച് നേരം കിടന്ന് മറിഞ്ഞ്. പിന്നെ കുറേ ഡയറി മിൽക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്വീറ്റ് ഐറ്റം. അതിൻ്റെ പുറകെ ഞാൻ കുറേ നേരം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് കുക്കീസ് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് വിശക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ്. എനിക്കിത് അറേഞ്ച് ചെയ്തേക്കുന്ന ആ കളേഴ്സിൻ്റെ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടിട്ട് ഞാൻ അത് ഇങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ. എനിക്ക് ശരിക്കും ഫ്രൂട്ട്സ്, വെജീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർമലി എനിക്ക് നമ്മുടെ ബേക്കറി ഐറ്റത്തിനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനം അതാണ്, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജീസൊക്കെ. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വാട്ടർ മെലൺ പരിചയപ്പെട്ടത്. 2 കളേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, മഞ്ഞ ഉണ്ടായിരുന്നു, ഈ റെഡ് നമ്മുടെ നോർമലി നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു. ഈ റെഡ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ളതാണ്. അങ്ങനെ നമ്മൾ വേറെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഇത് ഫിഷാണ്, ഡിഫറെൻറ്റ് ഫിഷസ് ഉണ്ടായിരുന്നു. നമ്മൾ ചാള വാങ്ങി, മത്തി. അപ്പം അതിവിടെ വലിയ മത്തിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. വലിയ മത്തിയാണെങ്കിലും നമ്മൾ അവിടുത്തെ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇത് അയിലയാണ്, അയിലയും മത്തി എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഇത് കുറേ ഡ്രൈ ആക്കിയിട്ടുള്ള ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ചെമ്മീൻ ഉണ്ടായിരുന്നു, വേറെ വലിയ കട്ട് ആയിട്ടുള്ള ഫിഷസ് ഉണ്ടായിരുന്നു. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള ഡ്രൈ ചെയ്തിട്ടുള്ള ഓരോ വെറൈറ്റീസ് ഫിഷ് കേട്ടോ ഈ ഇരിക്കുന്നത്.
ഇതൊക്കെ നമ്മൾ ഇപ്പം നോർമലി നാട്ടിലുള്ളപ്പോൾ വാങ്ങും, പക്ഷേ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയില്ല. ഇത് ചാളയാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഐറ്റംസാണ് വാങ്ങിയത്. ഇതൊക്കെ ഞാൻ ചുമ്മാ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൊണ്ടിട്ട് ഞാൻ കൈ പിടിച്ചുകൊണ്ട് നടക്കും. പിന്നെ അപ്പം തന്നെ ഞാൻ എടുത്ത് മാറ്റി വെക്കും. ഞാൻ അങ്ങനെ അതൊന്നും പർച്ചേസ് ചെയ്യത്തില്ല. അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാധനം കണ്ണിൽപ്പെട്ടത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് കണ്ണിൽപ്പെട്ടാൽ അപ്പം തന്നെ എനിക്കത് വാങ്ങണം. അതല്ലാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ. പിന്നെ വേറെ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മെയിൻ ഐറ്റംസ്. അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തു. അതല്ലാണ്ട് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനം വാങ്ങി. ഇത് ഹണി കേക്കാണ് കേട്ടോ. അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.